കഴിഞ്ഞ ദിവസമാണ് സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതും ബിജെപി സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ NBI അതായത് വിജയയെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയും ക്ഷീണവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കുംഭാനി BJPയിലേക്ക് പോകാനുള്ള ചർച്ചകളും ഒരുക്കങ്ങളും ഒക്കെ നടത്തിയതൊക്കെ വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ സൂറത്തിന് പിന്നാലെ അതേപോലെ തന്നെയുള്ള അതേ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുകയാണ് കോൺഗ്രസിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്തി ബാമാണ് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. പിന്നാലെ അക്ഷയ് കാന്തി ബാം BJPയിൽ ചേരുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്തിരിക്കെയുള്ള ഈ ഒരു നീക്കം അത് കോൺഗ്രസിന് ഏത് തരത്തിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ജിൽബി തോമസൺ വിശദീകരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലാണ് സൂറത്തിന് പിന്നാലെ മധ്യപ്രദേശിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലെ ലോക്സഭാ സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നുവെന്ന് തന്നെ പറയാം. BJP MLA രമേശ് മെൻഡോളിനൊപ്പം കളക്ടറേറ്റിലെത്തിയാണ് അക്ഷയ് ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. അതായത് മെയ് 13-നാണ് തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടമായ മെയ് 13-നാണ് ഇൻഡോറിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം എന്ന് പറയാം. ഈ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് പിന്നാലെ BJPയിൽ ചേരുകയും ചെയ്തു. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ 3 ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളിയിരുന്നു. എന്തായാലും അക്ഷയ് കാന്തി ബാമിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ BJP നേതാവും മന്ത്രിയുമായ കൈലാഷ് വിജയവർഗിയും രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഗുജറാത്തിലെ സൂററ്റിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും ഇത്തരത്തിൽ കോൺഗ്രസ് സഹായം ചെയ്തിരുന്നു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പുകൾ ഇട്ടതിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവുകയായിരുന്നു. അത്തരത്തിൽ സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPയിൽ ചേരുകയും ചെയ്യുന്നത് പിന്നീട് നമ്മൾ കണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കാനായിട്ട് ഒരുങ്ങുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സൂററ്റിന് പിന്നാലെ മധ്യപ്രദേശിലും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്.